ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. അപ്പോൾ ഇത് കണ്ടോ, കിഡിലനായിട്ടുള്ളൊരു ഫ്ലവറാണ്, റോസ് ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം നമ്മൾ നെറ്റ് വെച്ചിട്ടുള്ളൊരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു സാറ്റിൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ, ചെയ്താൽ നന്നായിട്ട് വരുമോ എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ സാറ്റിൻ വെച്ചിട്ടാണ് കേട്ടോ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഈ ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെക്കാട്ടി ചെറിയൊരെണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞടപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത്. നല്ല മണമുള്ള എൻ്റെ സ്പ്രേയുടെ ഒരു അടപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ എത്ര വലുപ്പത്തിൽ വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക. കുറേ വലിയത് വേണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സൊക്കെ എടുക്കുക കേട്ടോ. ഞാൻ ആദ്യം ചെയ്തേക്കുന്നത് ചെറിയ ഒരു ഒരു ടിന്നാണ് കേട്ടോ ആദ്യത്തതിന് എടുത്തേക്കുന്നത്. അപ്പം ഇത്രയും വലിയൊരു ഫ്ലവർ കിട്ടി. ഇനി എടുക്കുന്നത് ഈ ഒരു കുഞ്ഞിതായതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതായത് പകുതിക്കുന്നാണ് നമ്മൾ ഒട്ടിച്ച് പോകുന്നത്. സെയിം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ് ബോയിലോട്ട് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പുതിയ ബോയുടെ മോഡൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഗ്ലൂ, അതായത് B7000 ഗ്ലൂ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒട്ടിക്കുന്ന അടപ്പിലേക്ക് അത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അങ്ങനെ ഒട്ടാതെ ശ്രദ്ധിക്കണം. ലാസ്റ്റ് നമുക്ക് ഈ അടപ്പ് ഇളക്കിയെടുക്കാനായിട്ട് പറ്റണം. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലവറിന് ഡാമേജ് ഒന്നും കൂടാതെ നമുക്ക് ഈ അടപ്പ് ഇളക്കിയെടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് നിന്ന് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അതിങ്ങനെ ഓരോ റൗണ്ടാക്കി ഒട്ടിച്ചുകൊണ്ടേ ഇരിക്കുക. അതായത് ചെയ്യുന്നത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ലാസ്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഹോള് കാണാത്ത വിധം ആവുമ്പോഴാണ് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് കുഞ്ഞിതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് പെറ്റൽസിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. പിന്നെ പെറ്റൽ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നിച്ചിട്ട് കുറച്ച് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചതുരത്തിന് കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടത് മടക്കി കൊടുത്തിട്ട് കോൺ ഷേപ്പിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഈ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ കുറേ പെറ്റൽസ് നേരത്തെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയത്. ശരിക്കും അത് കാണിച്ചു തരണമെന്ന് വിചാരിച്ചാണ്. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ മാക്സിമം ആ ഒരു ഹോള് കറക്റ്റ് അടഞ്ഞ് കിട്ടണം കേട്ടോ. അങ്ങനെ വേണം ചെയ്യാൻ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നെറ്റ് വെച്ചിട്ട് ചെയ്തുകൊണ്ട് അത്ര ക്ലിയർ ആയില്ല, അല്ലെങ്കിൽ അതിന് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെറ്റിനെക്കാട്ടി കൂടുതൽ ഭംഗി കിട്ടുന്നത് ഇതുപോലെ സാറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. റിബൺ ആകുമ്പോൾ നമുക്ക് 1 ഇഞ്ചിൻ്റെ റിബണോ അല്ലെങ്കിൽ 1/2 ഇഞ്ചിൻ്റെ റിബണോ ഒക്കെ ആയിരിക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത്. അത് വെച്ച് ചെയ്യുവാണെങ്കിൽ ഭയങ്കര കുഞ്ഞ് ഫ്ലവേഴ്സ് മാത്രമേ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് വലിയ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ യൂസ് ചെയ്ത് സാറ്റിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തിരിച്ചെടുത്തപ്പോഴേക്കും എനിക്ക് ഒരു പെറ്റൽ കുറച്ച് വലുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഉരുക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പെറ്റൽസ് കട്ട് ചെയ്തിട്ട് അത് ഉരുക്കാൻ മറക്കരുത് കേട്ടോ. ഉരുക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, അധികം ഒട്ടിപ്പിടിക്കാത്ത പശയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് ഫ്ലവർ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് കുഞ്ഞ് ഫ്ലവറാണോ വലിയ ഫ്ലവറാണോ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നല്ല രസമല്ലേ, അടിപൊളിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. ഏത് കുഞ്ഞുങ്ങൾക്കും ഇത് ഈസി ആയിട്ട് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഞാൻ കുറച്ച് ലീഫും കൂടി ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ലീഫ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലീഫുകൾ ചെയ്യാം. ഒരുപാട് മെത്തേഡ് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ലീഫ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലീഫ് കട്ട് ചെയ്തെടുക്കുക. ഇതേ സംഭവം നമുക്ക് പേപ്പർ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പം ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫ്ലവർ വേസിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സെയിം ഫ്ലവർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് റോസ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡ്രസ്സുകൾ ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും അല്ലെങ്കിൽ പാർട്ടി വെയർ ഗൗണുകളായാലും നമുക്ക് ഡ്രസ്സുകൾ ഇതുപോലെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്തെടുക്കാറുണ്ട്. അതിനും ഈ ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് സെയിം പോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ 2 ടൈപ്പ് ലീഫും കൂടെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കിത് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലോട്ടോ ടിക് ടാക് സ്ലൈഡിലോട്ടോ അല്ലെങ്കിൽ ബണ്ണിലോട്ടോ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പക്ഷേ അതിൻ്റെ സൈസിൽ വ്യത്യാസം വരുത്തണമെന്ന് മാത്രം. ഇത് കുറച്ച് വലിയ ഫ്ലവറും ഒരു കുഞ്ഞു ഫ്ലവറും കൂടെ ഞാനൊരു ബോയിലോട്ടാണ് ഇതിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലീഫും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ലീഫുകൾ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ക്യാൻവാസിൻ്റെ ഷീറ്റൊന്ന് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ക്യാൻവാസിൻ്റെ ഷീറ്റ് ഇപ്പോഴും കുറേ പേർക്ക് കൺഫ്യൂഷനാണ്. നമുക്ക് ചുരിദാറിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സെയിം സാധനം തന്നെ എടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ക്യാൻവാസ് എടുക്കാം. പേപ്പർ ക്യാൻവാസ് ഭയങ്കര തിന്നായിട്ടുള്ളതാണ്.
അത് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റിക്കി ആവും കേട്ടോ, ഇളകി പോരത്തൊന്നുമില്ല. അത് കാണുമ്പോൾ അങ്ങനെ തിന്നായിട്ടിരിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഗ്ലൂവും കൂടി വരുമ്പോഴത്തേക്കും നല്ല കട്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ടിയുള്ള ക്യാൻവാസിൻ്റെ ഷീറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്ത് യൂസ് ചെയ്യുക. ഇപ്പോൾ ഇത് കണ്ടോ, കുറച്ച് വലുതാണ്. ഞാൻ ലാസ്റ്റ് ഇതൊന്ന് കറക്റ്റ് കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഈ ഒരു ഫ്ലവർ അറേഞ്ച് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് ഈ ഒരു ലീഫ് ഇങ്ങോട്ടേക്കും കൂടെ നീക്കി വെച്ചിരുന്നെങ്കിൽ ഭംഗിയുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ? നമ്മുടെ ബർത്ത്ഡേ കേക്കിലൊക്കെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്ന മാതിരിയാണ് കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഇനി കുഞ്ഞ് ഫ്ലവർ നമുക്ക് സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 2 കുഞ്ഞ് ഫ്ലവേഴ്സ് വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ ഫ്ലവർ മാത്രമായിട്ട് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, നിങ്ങളുടേതായ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ലീഫ്, അതായത് 2 ടൈപ്പ് ലീഫാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ മേക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 2 ഇതും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തിന്നായിട്ടുള്ളൊരു ബോയിൽ, അതായത് സാറ്റിൻ കവർ ചെയ്തിട്ടുള്ള ടൈപ്പ് ബോയിലോട്ടാണ് ഞാനിത് ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറ് പ്ലാസ്റ്റിക്കിൻ്റെ 1 ഇഞ്ചിൻ്റെ ബോയിലൊക്കെ ചെയ്താൽ നല്ല രസമുണ്ടാവും കേട്ടോ. അപ്പോൾ സെയിം കളർ ബോ വേണമെങ്കിൽ എടുക്കാം, റോസ് കളറിൽ തന്നെ ചെയ്യാം. പിന്നെ ബ്ലാക്ക് കളർ ആകുമ്പോഴത്തേക്കും ഏത് റിബൺസിൽ ചെയ്തിട്ടുള്ള വർക്കുകളും നമുക്കിതുപോലുള്ള ബോയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അടിഭാഗത്തും കൂടി ക്യാൻവാസിൻ്റെ ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് മറക്കരുത്, എന്നാലാണ് അത് ഫിക്സ് ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.